നമസ്തേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് കേട്ടറ്റ് കാറ്റഗറി 4ൻ്റെ പാർട്ട് 2 മലയാളം ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. 20 ക്വസ്റ്റ്യൻസാണ് ഇന്ന് നോക്കുന്നത്. 31. ഒന്നും എത്രയാണടാ? ഗുരുനാഥൻ ഒരിക്കൽ മജീദിനോട് ചോദിച്ചു. ഒന്നും രണ്ടാണെന്നുള്ളത് ലോകപ്രസിദ്ധമാണല്ലോ. പക്ഷേ അതിന് മജീദ് പറഞ്ഞ അത്ഭുതകരമായ സമാധാനം കേട്ട് ഗുരുനാഥൻ പൊട്ടിച്ചിരിച്ചു പോയി. ഇമ്മിന് വലിയ ഒന്ന്. അങ്ങനെ കണക്ക് ശാസ്ത്രത്തിൽ ഒരു പുതിയ തത്വം കണ്ടുപിടിച്ചതിന് മജീദിനെ അന്ന് ബെഞ്ചിൽ കയറ്റി നിർത്തി. ഈ ഗദ്യഭാഗം ഏത് മലയാള നോവലിൽ നിന്നെടുത്തതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ബാല്യകാല സഖി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി. 32. വെയിൽ മങ്ങി മഞ്ഞക്കതിരു പൊങ്ങി ഏതങ്കണത്തിലെ കാർകൾ ചെങ്ങി എഴുതുവാൻ പോയ കിടാവ് വന്നി എവിടെ പോയി നങ്ങേലി നിന്ന് തേങ്ങി. മലയാളത്തിലെ പ്രശസ്തമായ ഒരു കവിതയിലെ വരികളാണിത്. ഈ കവിത ഏത്? ഉത്തരം ഓപ്ഷൻ എ, പൂതപ്പാട്ട്. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ടാണ്. 33. അളമുട്ടിയാൽ ചേരയും കടിക്കും. ഈ വാക്യത്തിൽ അളമുട്ടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നതെന്ത്? ഉത്തരം ഓപ്ഷൻ ഡി, ഗത്യന്തരമില്ലാതാവുക. 34. നമുക്കു നാമി പണിവതു നാഗം നരകവും അതുപോലെ. ഈ വരികളിൽ നാഗം എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം ഓപ്ഷൻ ബി, സ്വർഗം. നാഗം പാമ്പ്, നാക്കം സ്വർഗം. 35. താഴെ കൊടുത്തിട്ടുള്ളതിൽ ചങ്ങമ്പുഴയുടെ കൃതി ഏത്? ഉത്തരം ഓപ്ഷൻ സി, രമണൻ. ചങ്ങമ്പുഴയുടെ കൃതി രമണനാണ്. സാഹിത്യകാരന്മാരും അവരുടെ കൃതികളും നന്നായി നോക്കണം. 36. കാട് എന്ന വാക്കിൻ്റെ പര്യായമായി വരുന്ന പദജോടി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, അരണ്യം കാനനം. 37. രണ്ടാമൂഴം എന്ന മലയാള നോവലിനെ രേഖാചിത്രങ്ങൾ വരച്ച പ്രശസ്തനായ ചിത്രകാരൻ ആര്? ഉത്തരം ഓപ്ഷൻ എ, ആർട്ടിസ്റ്റ് നമ്പൂതിരി. 38. അല്പന രാജ്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുടപിടിക്കും. ഈ പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി, ആ സമയത്ത് പ്രൗഢി ഭാവിക്കും. 39. താഴെ കൊടുത്തിട്ടുള്ളവയിൽ വ്യത്യസ്തമായ അർത്ഥം വരുന്ന പദം ഏത്? ഉത്തരം ഓപ്ഷൻ സി, തടിനി. കായം, മേനി, ശരീരം ഇവയൊക്കെ ഒന്നാണ്. തടിനി എന്താണ്? വ്യത്യസ്തമായ അർത്ഥം വരുന്ന പദമാണ്. 40. നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമായി പഠന പ്രക്രിയയിലെ പങ്കാളിത്തം വിലയിരുത്തുമ്പോൾ അപ്രസക്തമായ സൂചകം ഏത്? ഉത്തരം ഓപ്ഷൻ സി, വ്യക്തിഗത രചനയുടെ ഗുണനിലവാരം. 41. ഈ വക പെണ്ണുകൾ ഭൂമിയിലുണ്ട് മാനത്തീന്നെങ്ങായും പൊട്ടി വീണു ഭൂമിന്ന് തനിയെ മുളച്ചു വന്നു എന്തു നിറമെന്ന് ചൊല്ലേണ്ടുന. ഈ വരികൾ ഏത് ഗാനശാഖയിൽ ഉൾപ്പെടുന്നവയാണ്? ഉത്തരം ഓപ്ഷൻ സി, വടക്കൻ പാട്ട്. 42. ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന കാവ്യം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി, മോയിൻകുട്ടി വൈദ്യരാണ്. ബദറുൽ മുനീറും ഹുസ്നുൽ ജമാലും മോയിൻകുട്ടി വൈദ്യർ രചിച്ച കാവ്യമാണ്. 43. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉറൂബിൻ്റെ ഉമ്മാച്ചു എന്ന നോവലിലെ കഥാപാത്രങ്ങൾ ഉൾപ്പെടുന്ന ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, മായൻ വീര. 44. താഴെ കൊടുത്തിട്ടുള്ളവയിൽ എം ടി വാസുദേവൻ നായരുടേതല്ലാത്ത നോവലേത്? ഉത്തരം ഓപ്ഷൻ ഡി, പുഴ മുതൽ പുഴ വരെ. ബാക്കിയെല്ലാം എന്താണ്? എം ടി വാസുദേവൻ നായരുടേതാണ്. 45. നവോന്മേഷം എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഉത്തരം ഓപ്ഷൻ എ, നവ പ്ലസ് ഉന്മേഷം. 46. അവൾ മനോഹരമായ പൂവ് തലയിൽ ചൂടിയിരുന്നു. ഈ വാക്യത്തിലെ വിശേഷണം ഏത്? ഉത്തരം ഓപ്ഷൻ സി, മനോഹരമായ. 47. അതി പ്ലസ് അന്തം എന്ന് ശരിയായി ചേർത്തെഴുതുന്നത് എപ്രകാരമായിരിക്കും? ഉത്തരം ഓപ്ഷൻ എ, അത്യന്തം. 48. താഴെ കൊടുത്തിട്ടുള്ളവർ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നത് സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായ നിരീക്ഷണം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, പഠന നേട്ടം കൈവരിക്കാവുന്ന വിധത്തിൽ വഴക്കത്തോടെ പ്രക്രിയ പേജ് വികസിപ്പിക്കണം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 ക്വസ്റ്റ്യൻസ് സൈക്കോളജി വിഭാഗത്തിൽ നിന്നും വന്നിട്ടുള്ളതായി കാണുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യുക. 49. ഏഴിൽ തിരിയാത്തവന് 70ലും തിരിയില്ല. ഈ പഴഞ്ചൊല്ലിൻ്റെ ധ്വനി എന്ത്? ഉത്തരം ഓപ്ഷൻ സി, ബാല്യത്തിൽ തന്നെ തിരിച്ചറിവ് ഉണ്ടാകണം. 50. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തേൻ എന്നർത്ഥം വരുന്ന പദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, മധു എന്ന് പറഞ്ഞാൽ തേനാണ്. ഹിമം മഞ്ഞാണ്. വിപിനം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? കാടാണ്. അപ്പോൾ മധു എന്ന വാക്കിൻ്റെ അർത്ഥം തേനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നമ്മൾ 20 ക്വസ്റ്റ്യൻസാണ് ഇന്ന് നോക്കിയത്. 31 മുതൽ 50 വരെ.
അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദ്.